നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ ദേഷ്യപ്പെടാറില്ലേ? നമ്മുടെ സ്ട്രെസ് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ദേഷ്യം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അതുവരെ അനുഭവിച്ചു വരുന്ന ടെൻഷൻസ് കൊണ്ടോ ഒക്കെ നമ്മൾ കുട്ടികളോട് ദേഷ്യപ്പെടാറുണ്ട്. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുറ്റബോധം കൊണ്ട് അമ്മമാർ തന്നെ ഒരുപാട് വിങ്ങിപ്പൊട്ടാറുമുണ്ട്. തീർച്ചയായും നമുക്ക് വരുന്ന കേസുകളിൽ ഒരുപാട് പേര് പറയാറുണ്ട്, എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഒരുപാട് ഇമോഷണലി ഞാൻ അതിനൊക്കെ ഒരുപാട് ചീത്ത പറയാറുണ്ട്, പക്ഷേ എനിക്ക് അതിനുശേഷം ഒരുപാട് കുറ്റബോധം കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എന്താ ചെയ്യാൻ പറ്റാണ്. സോ ഇത്തരത്തിൽ കുറ്റബോധം വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനിന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ദേഷ്യം വരുന്ന സമയത്ത്, ദേഷ്യം വരുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളത് ചെയ്യേണ്ടത് കുട്ടിക്ക് ഒരു ട്രോമ ഇല്ലാത്ത രീതിയിൽ അതിനെ റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ദേഷ്യപ്പെട്ട സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ കയ്യിൽ നിന്ന് പോയൊരു കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ദേഷ്യം മാറിയ സമയത്ത് നമുക്ക് ഈ തിരിച്ചറിവ് വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത് കുട്ടികളോട് മാപ്പ് പറയാൻ. കുട്ടികളുടെ അടുത്ത് പോയി ഞാൻ ചെയ്തത് ശരിയല്ല, ഒരാൾ ഇത്തരത്തിൽ സംസാരിക്കാൻ പാടുള്ളതല്ല, മറ്റൊരാളെ ഇമോഷണലി ഓർ ഫിസിക്കലി ഹേർട്ട് ചെയ്യുന്നത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള മെസ്സേജ് കുട്ടിക്ക് കൊടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ കുട്ടിയും ഇതുപോലെയുള്ള സാഹചര്യത്തിൽ മറ്റാളുകളോട് ദേഷ്യപ്പെടാനോ, മറ്റാളുകളെ ഫിസിക്കലിയോ ഇമോഷണലിയോ അബ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഹരാസ് ചെയ്യാനോ മടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ചെയ്തത് തെറ്റാണ് എന്ന് നമ്മൾ അംഗീകരിക്കുമ്പോൾ ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും, എല്ലാ അമ്മമാർക്കും കുറ്റബോധത്തിന് പകരം നിങ്ങൾ വേണ്ടത് കുട്ടികളെ പിന്നീടൊരു ട്രോമയിലേക്ക് കൊണ്ടുപോകാതെ, അല്ലെങ്കിൽ പിന്നീടൊരു പ്രോബ്ലം ഉള്ള ബിഹേവിയറിലേക്ക് കൊണ്ടുപോകാതെ ഈ ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്.